Hi dear students, in the last class we already discussed about plants in plains, plants in marshy areas, plants in mountains, right? So today we are discussing plants in deserts. Do you know any plants that seen in desert areas? Okay, let us discuss. In desert areas there are very little amount of rainfall. Okay, അവിടെ ഡെസേർട്ട് ഏരിയാസിൽ എങ്ങനെയായിരിക്കും, വളരെ കുറവ് റെയിൻഫോൾ ആയിരിക്കും. എപ്പോഴെങ്കിലും ഒന്ന് റെയിൻ ഉണ്ടായെങ്കിലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വളരെ ലിറ്റിൽ റെയിൻഫോൾ ആയിരിക്കും അവിടെ ഒക്കർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഡെസേർട്ട് ഏരിയാസിലുള്ള പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർക്ക് എപ്പോഴാണോ അവിടെ റെയിൻഫാൾ ഉണ്ടാകുന്ന ടൈമിൽ, ആ ടൈമിൽ ഇറ്റ് കളക്ട് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ അവർ കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ അവർ ഈ റെയിൻഫോൾ ഇല്ലാത്ത ടൈമിൽ ആ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ലീവ് ചെയ്യുന്നത്. Okay, the plants that grow in deserts collect a lot of water when it is available and store it and use. Okay, how do they do this? Yes, we all know that the plants lose their water through stomata വഴി അവർ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ stomata വഴി അവരെന്തുണ്ട്, എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൊമാറ്റ എവിടെ ഉണ്ടാവുക? ലീവ്സിൻ്റെ താഴെയാണ് അല്ലേ സ്റ്റൊമാറ്റ പ്രസൻ്റ് ആയിട്ടുള്ളത്. So some desert plants such as cactus you can see in this picture. നിങ്ങളൊരു പ്ലാന്റിനെ കാണുന്നില്ല, അതിനാണ് നമ്മൾ കാക്ടസ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കൂടുതലായിട്ട് നമുക്ക് ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? യെസ്, ഇറ്റ് മെയിൻലി സീൻ ഇൻ ഡെസേർട്ട് ഏരിയാസ്. ഓക്കെ, it do not have leaves. Can you see any leaves in this plant? No, these plants do not have any leaves, so they do not lose any water from these plants. Okay, അതിന് ലീവ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലീവ്സിലാണ് സ്റ്റൊമാറ്റ ഉള്ളത്, സ്റ്റൊമാറ്റയും ഇല്ല. അപ്പോൾ സ്റ്റൊമാറ്റ ഇല്ലെങ്കിൽ എന്താ, അതിൻ്റെ പ്ലാന്റിലുള്ള വാട്ടറിന് അത് ലോസ് ആവുന്നില്ല. ഇത് കളക്ട് ചെയ്ത് വെക്കുന്ന വാട്ടർ അതങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ നമ്മൾ പറഞ്ഞു ലീവ്സ് ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ലീവ്സ് സ്പൈൻസ് ആയിട്ടാണ് മോഡിഫൈ ചെയ്ത് കിടക്കുന്നത്. സോ ഇങ്ങനത്തെ കാക്ടസ് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇങ്ങനെ സ്മോൾ സ്പൈൻസ് കാണാം അല്ലേ. അപ്പോൾ ഈ സ്പൈൻസ് രൂപത്തിലാണ് അതിൻ്റെ ലീവ്സിന് പകരം സ്പൈൻസ് ആണ് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് വാട്ടർ ലോസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബട്ട് ഫോട്ടോസിന്തസിസ് നടക്കണം അല്ലേ, അപ്പോൾ അതിനെന്തുണ്ട്, ലീവ്സ് ഇല്ല. ഇതിന് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ലീവ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ലീഫ് ഇറ്റ് ഹാവ് thick green stems. These thick stems store water and make food. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ഡെസേർട്ട് പ്ലാന്റ്സ് ഒക്കെ മനസ്സിലായില്ലേ? അതിന് എക്സാമ്പിളാണ് കാക്ടസ്. ഓക്കെ, നമ്മൾ ടെറസ്ട്രിയൽ പ്ലാന്റ്സും അക്വാട്ടിക് പ്ലാന്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. ടെറസ്ട്രിയൽ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്? എവിടെയൊക്കെയാണ് കാണുന്നത്? പ്ലാന്റ്സ് ഇൻ പ്ലെയിൻസ്, പ്ലാന്റ്സ് ഇൻ മാർഷി ഏരിയാസ്, പ്ലാന്റ്സ് ഇൻ മൗണ്ടെയ്ൻസ്, പ്ലാന്റ്സ് ഇൻ ഡെസേർട്സ്. ഓക്കെ, അപ്പം ഇത്രയും ടെറസ്ട്രിയൽ പ്ലാന്റ്സിനെ പറ്റി നമ്മൾ അതിനുള്ള അഡാപ്റ്റേഷൻ എന്തൊക്കെ അഡാപ്റ്റേഷനാണ് അതിന് ആ ഒരു ഏരിയയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. സോ നെക്സ്റ്റ് വി ആർ സ്റ്റഡിയിങ് അക്വാട്ടിക് പ്ലാന്റ്സ്. അക്വാട്ടിക് പ്ലാന്റ്സും 3 ടൈപ്സ് ഉണ്ട്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ഫിക്സഡ് പ്ലാന്റ്സ് ആൻഡ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. വാട്ട് ഈസ് അക്വാട്ടിക് പ്ലാന്റ്സ്? Yes, plants that grow in water are called aquatic plants. First, we are discussing about floating plants. In some aquatic plants, you can see that the plants float freely on the surface of water. Right? നിങ്ങൾ ചില പ്ലാന്റ്സ് വാട്ടറിൽ വളരുന്ന ചില പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് ഫ്രീലി
ഫ്ലോട്ടായിക്കൊണ്ടായിരിക്കും, ആ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഹയാസിന്ത്, പായലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് മിസ് കുറച്ച് പിക്ചേഴ്സ് ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് എന്താണ്, ഫ്രീലി ഫ്ലോട്ടിംഗ് ആയിരിക്കും ഓൺ ദി സർഫേസ് ഓഫ് വാട്ടർ. They have light, spongy bodies filled with air to help them float. ഓക്കെ, അതിന് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പ്ലാന്റ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. ഓക്കെ, to have spongy bodies, then only they can float above the surface of water. Okay, and you can see that the water plants, the aquatic plants have a waxy coating on the leaves, റൈറ്റ്. നമുക്കിങ്ങനെ ഒരു ഷൈനി ലീവ്സ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അതിൽ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിൽക്കുമോ, പെട്ടെന്ന് ഒഴുകി പോവില്ലേ? യെസ്, അതിനൊരു വാക്സി കോട്ടിംഗ് ഉണ്ട്. ഈ ഒരു വാക്സി കോട്ടിംഗ് എന്തിനാന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് ദി വാട്ടർ ഫ്രം ബ്ലോക്കിംഗ് ദി സ്റ്റൊമാറ്റ. വി ഓൾ നോ ദാറ്റ് ദി ലീവ്സ് കണ്ടെയ്ൻ സ്റ്റൊമാറ്റ അല്ലേ, സ്മോൾ പോർസ് ഉണ്ട്. അപ്പോൾ വാട്ടർ വന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സ്മോൾ പോർസ് ഉണ്ടാവും, ബ്ലോക്കായി പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ബ്ലോക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സി കോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് ഫുൾ ടൈം വാട്ടറിലാണല്ലേ. അപ്പോൾ ഈ വാട്ടർ തട്ടിയിട്ട് എന്താണ്, അതിൻ്റെ സ്റ്റൊമാറ്റ ക്ലോസ് ആയി കഴിഞ്ഞാൽ പ്ലാന്റ്സിലുള്ള എക്സസ് വാട്ടറിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനൊരു വാക്സി കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. And in this picture you can see hyacinth. This is the example for floating plants. ഓക്കെ, നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ ഒരു വയലറ്റ് ഫ്ലവർ ഉള്ള ഇങ്ങനെ ഒരു പായൽ എന്നൊക്കെ ചിലർ പറയും. ഇതാണ് ഹയാസിന്ത് എന്നാണ് നെയിം. ഇത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇത് കൂടാതെ വാട്ടർ ലെറ്റ്യൂസ് ആൻഡ് ഡക്ക് വീഡ്സ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. Next we are discussing about fixed plants. സോ നമ്മൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് പറഞ്ഞില്ല, അതായത് വാട്ടറിൻ്റെ എബോവ് സർഫേസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. പിന്നെ ചില പ്ലാന്റ്സ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലോട്ടസ്, വാട്ടർ ലില്ലി ആർ ഫിക്സഡ് ടു ദി ബോട്ടം ഓഫ് ദി പോണ്ട്. ഓക്കെ, അങ്ങനത്തെ പ്ലാന്റ്സ്, ലോട്ടസ് പോലുള്ള പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോണ്ടിനൊക്കെ അടിയിലുള്ള സോയിൽ ഉണ്ടല്ലോ അതിൽ ഫിക്സഡ് ആയിട്ട് മുകളിലേക്ക് വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കായിരിക്കും. താഴെ അത് ഫിക്സഡ് ആയിരിക്കും, അതിൻ്റെ ഫ്ലവർ മുകളിൽ വാട്ടറിൻ്റെ സർഫേസിൽ നിൽക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഫിക്സഡ് പ്ലാന്റ്സ് ഉണ്ട്. ദെയർ സ്റ്റെം ഗോ ഡൗൺ ഇൻ ദി വാട്ടർ ആൻഡ് ദെയർ റൂട്ട് ഫിക്സഡ് ഇൻ ദി മഡ് അറ്റ് ദി ബോട്ടം. ഓക്കെ, അതിൻ്റെ റൂട്ട്സ് ഏറ്റവും ബോട്ടത്തിലുള്ള മഡിൽ ഫിക്സഡ് ആയിരിക്കും. The fixed plants also have light and hollow stem which help the leaves and flowers stay float. ഓക്കെ, ഈ പ്ലാന്റ്സിലും എന്തായിരിക്കും, ഈ സ്റ്റെംസും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ലൈറ്റ് ആൻഡ് ഹോളോ സ്റ്റെം ആയിരിക്കും. ഹോളോ എന്ന് വെച്ചാൽ എന്താണ്, ആ സ്റ്റെമ്മിനുള്ളിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും. ഓക്കെ, എംപ്റ്റി ആയിരിക്കും. ഹോളോ എന്ന് വെച്ചാൽ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ കുറച്ച് എംപ്റ്റി സ്പേസസ് ഉണ്ടാവും. And its leaf have some speciality. Just think about lotus plants. Lotus plantsലെ ലീഫ് എങ്ങനെയാണ്, ഭയങ്കര ഫ്ലാറ്റ് ലീഫാണ് അല്ലേ. ഇറ്റ് ഈസ് വെരി ഫ്ലാറ്റ് ആൻഡ് ബിഗ്, സോ ദേ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഇതിൻ്റെ ലീവ്സ് ഫ്ലാറ്റ് ആൻഡ് ബിഗ് ആയതുകൊണ്ട് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് we are discussing about underwater. Okay, some plants we can see that which grow ഇൻ വാട്ടർ, അണ്ടർ വാട്ടർ. നമ്മൾ ചില അക്വേറിയം പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണല്ലേ, അത് ഫ്ലോട്ട് ചെയ്തിട്ട് കിടക്കല്ല ചെയ്യുന്നത്. ചില പ്ലാന്റ്സ് ഒന്നും അത് ഫുള്ളായിട്ട് എന്തായിരിക്കും, വാട്ടറിൻ്റെ ഉള്ളിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. പ്ലാന്റ്സ് സച്ചസ് ഹൈഡ്രില്ല, ടേപ്പ് ഗ്രാസ് ഗ്രോ അണ്ടർ വാട്ടർ. ഓക്കെ, ഹൈഡ്രില്ലയും ടേപ്പ് ഗ്രാസും ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അതിനെന്താണ്, നാരോ ലീവ്സ് ആയിരിക്കും ആൻഡ് ഡു നോട്ട് ഹാവ് സ്റ്റൊമാറ്റ. ഓക്കെ, അതിന് സ്റ്റൊമാറ്റ ഉണ്ടാവില്ല, അതിന് നാരോ ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. ദേ ബ്രീത്ത് ത്രൂ സ്മോൾ എയർ പോർസ് ഓൺ ദെയർ ബോഡി സർഫേസ്. ഓക്കെ, അതിൻ്റെ ബോഡി സർഫേസിൽ എന്തായിരിക്കും, സ്മോൾ പോർസ് ഉണ്ടാവും, എയർ സ്പേസ് ഉണ്ടാവും, അതുവഴിയായിരിക്കും അത് ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായാലും നമ്മൾ ഏതൊക്കെ പഠിച്ചു, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ഫിക്സഡ് പ്ലാന്റ്സ്, അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്
നമ്മൾ ടെറസ്ട്രിയൽ പ്ലാന്റ്സും പഠിച്ചു, അക്വാട്ടിക് പ്ലാന്റ്സും പഠിച്ചു അല്ലേ. അപ്പോൾ രണ്ടിൽ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ടൈപ്സിൻ്റെ പേര് എഴുതുക, അതിന് എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ, മിസ് ഒന്നുകൂടെ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ.